الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير. أعوذ بالله من الشيطان الرجيم. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ സഹപാഠിയായ അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് ദീന് പഠിക്കുന്ന മറ്റൊരു സഹാബിയുടെ വീട്ടിൽ പോയി താമസിക്കുകയും ശേഷം അവിടെ നിന്നുള്ള ചില ദിവസങ്ങളിലെ താമസത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്ന്, നബി, ഞാനവിടെ താമസിക്കുകയും അപ്പോൾ ഇന്നിന്ന സംഗതികളൊക്കെ ഉണ്ടാവുകയും ഞാൻ ഇന്നതുപോലെ പറയുകയും ചെയ്തു എന്ന് പറയുന്നിടത്ത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന ലിറബ്ബിക അലൈക ഹഖ്ഖ വ ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖ വലിഅഹ്ലിക അലൈക ഹഖ്ഖ വകുല്ലു ദീ ഹഖ്ഖിൻ ഹഖ്ഖ. നിശ്ചയമായും നിനക്ക് നിന്റെ റബ്ബിനോട് ചില ബാധ്യതകളുണ്ട്, നിന്റെ നഫ്സിനോടും നിനക്ക് ചില ബാധ്യതകളുണ്ട്, നിന്റെ കുടുംബത്തോടും നിനക്ക് ചില ബാധ്യതകളുണ്ട്. എല്ലാവരോടുള്ള ബാധ്യത നീ നിറവേറ്റിക്കൊള്ളുക എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നബിയെ എന്ന് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുണ്ട്, സദഖ സൽമാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദഖ സൽമാൻ. പ്രിയമുള്ളവരെ, അള്ളാഹുവിനുള്ള അവകാശം അതാണ് ഏറ്റവും മഹത്തരവും അനിവാര്യവുമായ അവകാശം. കാരണം മഹാനായ സ്രഷ്ടാവും ഉടമസ്ഥനുമായ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ അവകാശമാണത്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും യഥാർത്ഥ അസ്തിത്വമുള്ളവനുമായ അള്ളാഹുവിന്റെ അവകാശമാണത്. അവൻ സർവ്വ സൃഷ്ടികളുടെയും ഉടമയാണവൻ, സ്രഷ്ടാവാണ്, ഖാലിഖാണ്, മാലിക്കാണ്, റാസിഖാണ്, മുദബ്ബിറാണ്. പ്രസ്താവ്യമായ ഒരു വസ്തുവെ അല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് നമ്മെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് വളർത്തി വലുതാക്കിയവനാണവൻ. ഉമ്മയുടെ വയറ്റിൽ സർവ സൗകര്യങ്ങളും ഒരുക്കി പിന്നീട് നമ്മെ പുറത്തു കൊണ്ടുവന്നവനാണവൻ. അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? 16-ാം അധ്യായം സൂറത്തുൻ നഹലിന്റെ 78-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാം, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങളുടെ ഉമ്മമാരുടെ വയറുകളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾക്ക് അവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാൻ വേണ്ടി എന്നാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അല്ലാഹ് പറയുന്നത് ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാൻ വേണ്ടി എന്നാണ്. പ്രിയമുള്ളവരെ, ഒരു നിമിഷ നേരത്തേക്കെങ്കിലും അല്ലാഹു തആല അവന്റെ ഔദാര്യം നിർത്തിവെച്ചാൽ നാം നശിച്ചത് തന്നെ, യാതൊരു സംശയമില്ല. ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിന്റെ റഹ്മത്തൊന്ന് നിർത്തിവെച്ചാൽ, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്കെങ്കിലും അവൻ തന്റെ കാരുണ്യത്തെ തടഞ്ഞു വെച്ചാൽ നാം ജീവിക്കൂല,
നമ്മളിപ്പോൾ ശ്വസിക്കുന്ന ശ്വാസോച്ഛ്വാസം അത് അല്ലാഹു തആല ഒരു അല്പസമയത്തേക്ക് നിർത്തിവെച്ചാൽ ഏത് കാര്യം നിങ്ങൾ പരിശോധിച്ച് നോക്കി. റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ഔദാര്യത്തെ, റഹ്മത്തിനെ, ഫളിനെ, നിഅമത്തിനെ, ബറക്കത്ത് ഒരു നിമിഷം അല്ലാഹു തടഞ്ഞു വെച്ചാൽ ഈ ദുനിയാവിൽ ജീവിക്കുക നമുക്ക് സാധ്യമല്ല. ഇതാണ് നമുക്കുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും ഔദാര്യത്തിന്റെയും അവസ്ഥയെങ്കിൽ പിന്നെ നമ്മുടെ മേൽ അള്ളാഹുവിന്റെ അവകാശം തന്നെയാണ് ഏറ്റവും വലിയ അവകാശം. അതെന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദുൻ. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കുക എന്ന അവകാശം. എന്തുകൊണ്ട് എനിക്ക് എന്റെ റബ്ബിനോട് ഇഷ്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ, ഞാൻ എന്തിന് എന്റെ റബ്ബിനെ എല്ലാറ്റിനേക്കാളും സ്നേഹിക്കുന്നു, എല്ലാറ്റിനേക്കാളും ഭയക്കുന്നു, എല്ലാവരെക്കാളും ഞാൻ എന്റെ റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവനാണ് എന്റെ സ്രഷ്ടാവ്. അവനെ ആരാധിക്കാനാണ് അവൻ ഈ ദുനിയാവിലേക്ക് എന്നെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നതാണ്. സുബ്ഹാനക അലീം. ആ റബ്ബിന് നമ്മോടുള്ളത്ര സ്നേഹം അവിടെ നാലിച്ചൊക്കിന് എന്നെ നിങ്ങളിൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് എന്നോടും നിങ്ങളോടുമുള്ളത്ര സ്നേഹം ഈ ലോകത്ത് കടന്നു വന്ന ഒരാൾക്കും നമ്മളോടില്ല. എന്റെ റബ്ബിന് എന്നോടുള്ളത്ര സ്നേഹം ലോകത്തൊരാൾക്കും എന്നോടില്ല. പക്ഷേ അർഹിക്കുന്നവന് സ്നേഹം തിരിച്ചു കാണിക്കുന്ന വിഷയത്തിൽ നാം പിശുക്കരാണ്, നാം അശ്രദ്ധരാണ്, നാം പലപ്പോഴും നന്ദി കെട്ടവരാണ്. ഏതൊരു റബ്ബിനെയാണ് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്? ഏതൊരു റബ്ബിനെയാണോ ഏറ്റവും അധികം ഭയക്കേണ്ടത്? ഏത് റബ്ബിനോടാണോ ഏറ്റവും അധികം കടമയും കടപ്പാടുകളും ഉള്ളത്? ഏത് റബ്ബാണോ ഈ പരിശുദ്ധ മാസത്തെ നമ്മിലേക്ക് തന്നത്? ഏത് റബ്ബാണോ 24 മണിക്കൂറിൽ കഴിയുന്നത്ര ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നൽകിയത്? ആ റബ്ബിനോടുള്ളത്ര അവകാശം ലോകത്തൊരാളോട് നമുക്കില്ല. അല്ലാഹു കാരുണ്യവാനാണ്. അല്ലാഹു കാരുണ്യവാനാണ്. അല്ലാഹു തആല പാപം പൊറുക്കുന്നവനാണ്. അല്ലാഹു തആല സ്നേഹിക്കുന്നവനാണ്. അല്ലാഹു തആല മാപ്പാക്കുന്നവനാണ്. അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അല്ലാഹു തആല മനുഷ്യന്റെ കർമ്മങ്ങളെ സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു തആല അവനെ നരകത്തിൽ രക്ഷപ്പെടുത്തി സ്വർഗ്ഗമൊരുക്കുന്നവനാണ്. സുബ്ഹാനക അലീം. അല്ലാഹുവിന്റെ നാമങ്ങളത്രയും സൃഷ്ടികളോട്, പടപ്പുകളോട് കനിവുള്ളവനായ, കാരുണ്യമുള്ളവനായ ഒരു സ്രഷ്ടാവായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ പരിശോധിച്ചു നോക്കി. ഏതും റഹ്മാൻ, റഹീം, ഗഫൂർ, വദൂദ്, ജബ്ബാർ, അള്ളാന്റെ ഏത് നാമം എടുത്താലും അവന്റെ പടപ്പുകളോട് അങ്ങേറ്റത്തെ കനിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയുന്നിടത്തും അവനെ ഇബാദത്തെടുക്കുന്നിടത്തും അവന് മാത്രം ഉബൂദിയത്തിലായി ജീവിക്കുന്നിടത്തും കിട്ടുന്ന ഒരു മനസ്സുഖം, നിർഭയത്വം, സംതൃപ്തി അത് ലോകത്തൊന്നിലും ലഭിക്കുകയില്ല. ഒരു മാസക്കാലയളവിലെ ഏതാനും ചില ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നിടത്ത് നമ്മൾ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. അതെന്തറിയോ? അല്ലാഹി, എന്റെ റബ്ബിന് ഇബാദത്തെടുക്കുന്നത്ര രുചികരമായ, മധുരമുള്ള ഒരേർപ്പാട് വേറെയില്ല. അല്ലാഹു ഇബാദത്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരാനന്ദം അത് ലോകത്ത് വേറൊന്നിലുമില്ല. പ്രിയമുള്ളവരെ, ആരാണ് റബ്ബുൽ ആലമീൻ? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി. ആരാ റബ്ബുൽ ആലമീൻ? അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകളുണ്ട്. 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞ വാക്കെന്തറിയോ? റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും റബ്ബത്രേ അവൻ. അതിനാൽ അവനെ താങ്കൾ ആരാധിക്കുകയും അവനുള്ള ഇബാദത്തിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അള്ളാഹു കൽപ്പിക്കുകയാണ്. ആ റബ്ബ് ആരാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ റബ്ബിനോടുള്ള കടമകളെ കുറിച്ച് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ആ റബ്ബിനുള്ള ആരാധനയിൽ നമ്മെ സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യത്തിൽ ഒന്നാണ് ഇബാദത്ത്. ആ ഇബാദത്തിൽ പവിത്രമായ ഒന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന റമദാനിലെ വിശുദ്ധമായ നോമ്പും റമദാനിലെ മറ്റു ഇബാദത്തുകളും. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എന്റെ റബ്ബ്
എന്റെ റബ്ബ് റഹ്മാനായ എന്റെ റബ്ബ്, ഗഫൂറായ എന്റെ റബ്ബ്, എല്ലാറ്റിനേക്കാളും എന്നോട് ഔദാര്യം കാണിക്കുന്ന എന്റെ റബ്ബ്, എനിക്ക് അഫ്വ് ചെയ്യുന്ന റബ്ബ്, എനിക്ക് മാപ്പാക്കുന്ന എന്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം, എന്നെ സദാ കാണുന്നുണ്ട് എന്ന ബോധം ശക്തമാക്കാൻ ഒരു മുഅ്മിനിന് സഹായകമായി ഈ പരിശുദ്ധ റമദാൻ എന്നതാണ് ഈ സമയത്ത് നമ്മൾ ആലോചിക്കുന്നിടത്ത് മനസ്സൊരു പ്രധാനപ്പെട്ട വിഷയം. എന്റെ റബ്ബ് എന്നെ സദാ നിരീക്ഷിക്കുന്നു എന്ന ബോധം. മഹാനായ ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി നോമ്പിന്റെ തത്വങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞൊരു വാക്കതാണ്, ومنها أن الصائم يدرب نفسه على مراقبة الله تعالى فيترك ما تهوى نفسه مع قدرته عليه لعلمه باطلاع الله عليه. അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്, അവൻ കേൾക്കുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട് എന്ന ബോധം പരിശീലനത്തിലൂടെ നോമ്പുകാരൻ നേടിയെടുക്കുന്നു എന്നാണ്. ഈ ഏതാനും ദിവസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കെ ഈ ഒരു വെള്ളിയാഴ്ചയിൽ നമ്മൾ ആലോചിക്കുന്നതും അത് തന്നെയാണ്. നോമ്പുകാരൻ നേടിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന ബോധമാണ്. കാരണം എന്താ, ചെയ്യാൻ കഴിഞ്ഞിട്ടും ഇമാം സഅദി പറയാണ്, ചെയ്യാൻ കഴിഞ്ഞിട്ടും അല്ലാഹു അറിയുന്നു എന്ന ചിന്ത കൊണ്ട് നോമ്പുകാരൻ ദേഹേച്ഛകളെ വെടിയുന്നു എന്നാണ്. ശൈഖ് പറഞ്ഞതിൽ രണ്ട് തത്വമാണ്. ഒന്ന്, എന്നെ സദാ റബ്ബ് നിരീക്ഷിക്കുന്നു. 24 മണിക്കൂറും രഹസ്യത്തിലും പരസ്യത്തിലും ജോലിയിലും യാത്രയിലും കുടുംബജീവിതത്തിലും അടുക്കളയിലും അന്താരാഷ്ട്ര തലങ്ങളിലും എവിടെ പോയാലും എന്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നു. 2, റബ്ബ് അറിയുമെന്നതിനാൽ, അവൻ കാണുമെന്നതിനാൽ, അവൻ കൊണ്ടുവരുമെന്നതിനാൽ, അവന്റെ മുന്നിൽ വിചാരണക്ക് നിൽക്കേണ്ടി വരുമെന്നതിനാൽ തിന്മകൾ ഞാൻ ഒഴിവാക്കുന്നു. 2 കാര്യമാണ് പ്രധാനമായി ഇമാം സഅദി ഈ വിഷയത്തിലൂടെ പറഞ്ഞത്. ഒന്ന് അല്ലാഹു നിരീക്ഷിക്കുന്നു എന്നാണ്. സുബ്ഹാനക അലീം. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങി വന്നാൽ എത്ര ആയത്തുകൾ, യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളും ഹൃദയങ്ങളിൽ മറച്ചു വെക്കുന്നതും അല്ലാഹു അറിയുന്നു. ഖുൽ ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുഹുല്ലാഹ്, പറയുക നബി, നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തുള്ളത് നിങ്ങൾ മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അല്ലാഹു അറിയുന്നതാണ്. ഹൃദയത്തിനകത്തുള്ളത് പോലും അറിയുന്നവൻ. എത്രത്തോളം, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഹി ഇൽമാ. സൂറത്ത് ത്വാഹയിലെ 110-ാമത്തെ ആയത്ത്. അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അല്ലാഹു അറിയുന്നു. അവർക്കാകട്ടെ അതിനെപ്പറ്റിയൊന്നും പരിപൂർണമായി അറിയാനാവുകയില്ല. എത്രത്തോളം, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഈ ആയത്ത് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ അറിയുമ്പോൾ മാത്രമേ അവനെ ഭയക്കാനും സ്നേഹിക്കാനും പ്രതീക്ഷിക്കാനുമാകും. അല്ലാഹ്ക്കത് ഇഷ്ടല്ല. എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ, എന്തേ ഞാനൊരു ഹറാമുമായി ബന്ധപ്പെടാത്തെന്ന് ചോദിച്ചാൽ, എന്തേ റബ്ബ് തൃപ്തിപ്പെടാത്തത് ഞാൻ പ്രവർത്തിക്കാത്തതെന്ന് ചോദിച്ചാൽ, അല്ലാഹുവിനത് ഇഷ്ടല്ല, അല്ലാഹ്ക്കത് തൃപ്തിയില്ല, അല്ലാഹ്ക്കതിനോട് പൊരുത്തല്ല. അതുകൊണ്ട് റബ്ബിനെ സ്നേഹിക്കുന്ന എനിക്കും അത് ഇഷ്ടമില്ല. അല്ലാഹ്ക്ക് അത് ഇഷ്ടമില്ലാത്തതിനാൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന എനിക്കും അത് ഇഷ്ടമില്ല എന്നൊരു നിലപാട് ജീവിതത്തിൽ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ നമുക്ക് വരണം. എന്തുകൊണ്ടാണ് ഹറാമത്ത് യാസെന്ന് ചോദിച്ചാൽ, എന്തേ ഹറാമ് ചെയ്തെന്ന് വെച്ചാൽ, എന്റെ റബ്ബിനത് ഇഷ്ടല്ല. എന്റെ റബ്ബിനെ സ്നേഹിക്കുന്ന എനിക്കും അതുകൊണ്ട് അത് ഇഷ്ടല്ല. എന്തുകൊണ്ട്? അള്ളാഹിനെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല. ശിർക്കൻ ഇനങ്ങൾ, ബിദ്അത്തുകൾ, ഹറാമുകൾ, ലിസ്റ്റുകൾ നീണ്ടതാണ് മുഹറമാത്തുകളുടെ. ശിർക്ക് മുതൽ എത്ര ചെറിയതായി സമൂഹത്തിൽ നമ്മൾ കാണുന്നു, അത്ര ചെറുതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിനത് ഇഷ്ടമില്ല. എനിക്കെന്റെ റബ്ബിനെയാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഹറാമുകളോട് ഇഷ്ടമല്ല. അല്ലാഹു അക്ബർ. രണ്ടാമത്തത് ഇമാം സഅദി പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ചാല്, തിന്മ റബ്ബറിയുമെന്നതിനാൽ ഞാൻ ഒഴിവാക്കുന്നു എന്നാണ്. ഒന്ന് അല്ലാഹ് എന്നെ നിരീക്ഷിക്കുന്നു എന്നാണ്. 2,
തിന്മ എന്ത് പ്രവർത്തിച്ചാലും എന്റെ റബ്ബ് അറിയുന്നു. ഞാൻ പറഞ്ഞ ഒയ്ബത്തും, ഞാൻ പറഞ്ഞ നമീമത്തും, ഞാൻ പറഞ്ഞ ഏഷണിയും, ഞാൻ കേട്ടതും ഞാൻ പ്രവർത്തിച്ചതുമായി എന്തൊക്കെയുണ്ടോ അത് മുഴുവനും എന്റെ റബ്ബ് അറിയും. വള്ളി പുള്ളി വ്യത്യാസമല്ലാതെ. അതുകൊണ്ട് ഞാൻ തിന്മകൾ ഒഴിവാക്കുന്നു എന്നാണ്. നമ്മൾ നോമ്പിന്റെ തുടക്കത്തിൽ, നോമ്പ് വരുന്നതിന് മുമ്പ് ഒരു ഹദീസ് പറയണ്ടായി. ഹദീസിൽ എന്താണത്? അല്ലാഹു പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടാണ്, യത്റുകു തആമഹു വശറാബഹു വശഹവതഹു മിൻ അജ്ലി അസ്സിയാമു ലീ വഅന അജ്സി ബിഹി. മറ്റൊരു കർമ്മത്തെക്കുറിച്ചും അല്ലാഹു പറഞ്ഞിട്ടില്ല ഇങ്ങനെ. നോമ്പുകാരൻ എനിക്ക് വേണ്ടി ഭക്ഷണത്തെ ഒഴിവാക്കുന്നു, വെള്ളത്തെ ഒഴിവാക്കുന്നു, ഭാര്യയോടൊത്തുള്ള ശഹവത്തിന് വൈകാരിക നിമിഷങ്ങൾ ഒഴിവാക്കുന്നു പകലിൽ. അസ്സിയാമുലി, നോമ്പ് എനിക്കുള്ളതാണ്. വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. സഹോദരങ്ങളെ, രണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം, ഈ നിമിഷത്തിലും അത്തരമൊരു ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ നോൽക്കുന്ന നോമ്പിന് പ്രതിഫലം നൽകുന്നവൻ അല്ലാഹു. ഒരു വലിയ ആശ്വാസമാണ്. കൂലി തരുന്നവൻ അല്ലാഹു. നിസ്കരിച്ചാൽ കൂലി തരുന്നവൻ, നോമ്പ് നോറ്റാൽ കൂലി തരുന്നവൻ, സദഖ നൽകിയാൽ കൂലി നൽകുന്നവൻ, മുസാഫഹത്ത് ചെയ്താൽ, പുഞ്ചിരിച്ചാൽ, മുഖപ്രസന്നതയോട് സമീപിച്ചാൽ കൂലി നൽകുന്നവൻ അല്ലാഹു. ഓരോ കർമ്മത്തിന്റെ കൂടെയും നമുക്ക് ഉണ്ടാകേണ്ട ഒരു ആനന്ദമാണത്. വല്ലാത്തൊരു മാധുര്യാണത്. എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകുന്നുള്ള ബോധം. ഇതില് പ്രധാനപ്പെട്ട ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? അള്ളാഹു പറയാണ്, ഞാൻ പ്രതിഫലം നൽകുന്നു മാത്രമല്ല, അവൻ എനിക്ക് വേണ്ടി അതൊക്കെ ഒഴിവാക്കിയതെന്ന്. നമ്മൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മൾ ഭക്ഷണം ഒഴിവാക്കി, വിശക്കാത്തോണ്ടൊന്നല്ല, അള്ളാഹ് പറഞ്ഞു പാടില്ല. താണ്ട് വെള്ളം കുടിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ഒഴിവാക്കി. ദാഹിക്കാത്തോണ്ടല്ല, അള്ളാഹ് പറഞ്ഞു പറ്റൂല. അയിണ കൂടെ ഇടാത്തത് കൊണ്ടല്ല, അള്ളാഹ് പറഞ്ഞു പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നു. നോക്കൂ നിങ്ങൾ, ഒരു മാസക്കാലയളവിൽ നാം നേടുന്ന പരിശീലനം അതാണ്. എന്താണ്? എന്റെ റബ്ബിന് ഇഷ്ടമുള്ളതുപോലും അള്ളാഹ് വേണ്ടെന്ന് പറഞ്ഞാൽ മാറ്റിവെക്കാൻ മാനസികവും ശാരീരികവുമായി തയ്യാറെടുത്തവരെ ഞാൻ. എന്റെ റബ്ബിന് വേണ്ടി അള്ളാഹ് വേണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹ് അനുവദിച്ചതുപോലും അള്ളാഹ് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിവാക്കുമെങ്കിൽ, ഹലാലായിട്ട് പോലും അള്ളാഹുവിന്റെ സ്നേഹത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒഴിവാക്കിയ ഞാൻ എങ്ങനെ പ്രിയമുള്ളവരെ പിന്നെ ഹറാമ് ചെയ്യും? അനുവദിച്ചത് ഒഴിവാക്കിയ ഞാൻ എങ്ങനെ പിന്നെ ഹറാമ് ചെയ്യും? ഞാൻ എങ്ങനെ സ്ത്രീധന വിവാഹത്തോട് സഹകരിക്കും? ഞാൻ എങ്ങനെ ബർത്ത്ഡേ പാർട്ടി കൊണ്ടാടും? ഞാൻ എങ്ങനെ ശിർക്കനാഘോഷങ്ങളുടെ ഭക്ഷണങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കും? ഞാൻ എങ്ങനെ അന്യരിലേക്ക് അനുവദിക്കാത്ത നോട്ടം എനിക്ക് എങ്ങനെ ഉണ്ടാകും? ഇല്ല. അനുവദിച്ചെന്റെ ഇണയിലേക്ക് ഞാൻ സമീപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അനുവദിക്കാത്തവളിലേക്ക് ഞാൻ എങ്ങനെ കടന്നുപോകും? അനുവദിച്ച ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അനുവദിക്കാത്ത ഹറാമിന്റെ സദ്യകൾ എങ്ങനെ ഞാൻ മൃഷ്ടാന്നം വാരി വലിച്ച് കഴിക്കും? ഇല്ല, പാടില്ല. പ്രിയമുള്ളവരെ, നോമ്പ്, ഈ ദിവസം അത്രയും നമ്മൾ പരിശീലിച്ച നോമ്പ്, അള്ളാഹു നമുക്ക് നൽകിയ നോമ്പ്, ഈ നോമ്പ് നമ്മിലുണ്ടാക്കിയ മാറ്റം എന്ത് എന്നൊരു ചോദ്യമുണ്ടായാൽ ആ ചോദ്യത്തിന് നമുക്ക് പറയാൻ കഴിയേണ്ടത്, പരിപൂർണമായി എന്റെ റബ്ബിന് കീഴൊതുങ്ങലാണ് എന്നും അവന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കലാണ് എന്നും, ഏത് സാഹചര്യത്തിലും ഏത് കാലങ്ങളിലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന ബോധം എനിക്കുണ്ടാക്കി തന്നു എന്നതുമാണ്. അതാണ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിലെ പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താ അറിയോ? എന്റെ റബ്ബിനെ പോലെ ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നതാണ് കാരണം. എന്റെ റബ്ബിനെ പോലെ ആരും ഇല്ല. വല്ലാഹി ലോകത്തൊരാളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ചു നിർത്തിയ ഏറ്റവും വലിയ ഹുബ്ബ് അല്ലാഹ്ക്കാണ്, പിന്നെ അള്ളാഹിന്റെ റസൂലിനോടാണ്, പിന്നീട് അള്ളാഹുവിന്റെ റസൂലിനാണ്. അവന്റെ അടിമകളോട് സ്നേഹം, അവന്റെ അള്ളാഹുവിന്റെ അടിമകളിൽ പ്രത്യേകിച്ച് ഉമ്മത്തികളോട് സ്നേഹമുള്ള അള്ളാഹുവിന്റെ റസൂലിനാണ്. അള്ളാഹ് കഴിഞ്ഞാൽ അത് ഒഴിച്ചു നിർത്തിയാൽ മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, ഇണകളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, എത്ര അടുത്ത ബന്ധുവായാലും അള്ളാഹു സ്നേഹിക്കുന്നത് പോലെ, പരിഗണിക്കുന്നത് പോലെ, മാപ്പാക്കുന്നത് പോലെ, തൃപ്തിപ്പെടുന്നത് പോലെ, അഫ്വു ചെയ്യുന്നത് പോലെ ഇല്ല സഹോദര, ഇല്ല സഹോദരിമാരെ, ഒരിക്കലുമില്ല. നിങ്ങളൊന്ന് ആലോചിക്കും. ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാവും, ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ തീർത്തും തനിച്ചായി എന്ന് തോന്നുന്ന ചില മാനസികാവസ്ഥകൾ എല്ലാവരും ഉണ്ടാവും. ചിലപ്പോ നമ്മളെ ഏറെ സ്നേഹിക്കണം നമ്മളെ കുഞ്ഞു മക്കള് വരെ നെഞ്ചോടൊട്ടി നിൽക്കുന്നുണ്ടാവും. എന്നാലും ഒന്നങ്ങോട്ട് മാറിയുന്ന ഒരു 10 മിനിറ്റ് ഞാൻ ഒരു സമാധാനത്തിൽ ഇരിക്കട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും.
എന്നാൽ ഒരു മിനിറ്റ് റബ്ബെ നീ അങ്ങോട്ട് മാറി നിൽക്കുന്ന പറയുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏത് സാഹചര്യത്തിലും എനിക്ക് എന്റെ റബ്ബുണ്ട്. ആശ്വാസമായി എന്റെ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത മാത്രം. അത് കുടുംബ പ്രശ്നമായാലും, സാമ്പത്തിക പ്രശ്നമായാലും, രാഷ്ട്രീയ വിഷയമായാലും, ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നിടത്തെല്ലാം എനിക്ക് എന്റെ കൂടെ എന്റെ റബ്ബ് മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ എന്ന് വിളിച്ചാൽ കിട്ടുന്ന സുഖം അതും മറ്റൊരു വിളിയിലും കിട്ടൂല. നമ്മൾ വിളിച്ചാൽ കുഞ്ഞോ എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ മോനുട്ടിയെ എന്ന് വിളിച്ചാൽ ഒരു പക്ഷെ നമ്മളെ കുഞ്ഞു മക്കൾ ഓടി വന്നേക്കും. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളുടെ പേര് വിളിച്ചാൽ അവൾ എത്തിയേക്കും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു തന്നേക്കും. എന്നാൽ അല്ലാഹുവേ എന്ന് വിളിക്കുന്നിടത്ത് കിട്ടുന്ന ഒരു മനസ്സുഖം ഇല്ല സഹോദരങ്ങളെ, ഒരിടത്ത് കിട്ടൂല. അങ്ങനെ കിട്ടുന്ന മനസ്സുഖത്തെ നമുക്ക് ഓർമ്മിപ്പിച്ചു ഈ വിശുദ്ധ റമദാൻ. നടന്നാലോചിച്ചൊക്കെ എന്റെ ജീവിതത്തിൽ ഏത് മേഖലകളും, പല മേഖലയും ജീവിതത്തിലുണ്ടാകാം. രണ്ടാക്കി പറഞ്ഞ ഒന്നില്ലെങ്കിൽ സന്തോഷാകാം, അല്ലെങ്കിൽ ദുഃഖാകാം. ഇത് രണ്ടാണല്ലോ പ്രധാനം. ഈ രണ്ട് സന്ദർഭത്തിലും എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരു ആയത്ത് പറഞ്ഞു തരട്ടെ. എന്തായത്തറിയോ? മുശ്രിക്കുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞെടുത്ത് കാണാം, യുഹിബ്ബൂനഹും കഹുബ്ബില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനുകളാകട്ടെ അവർക്ക് അവർ റബ്ബിനോട് കടുത്ത സ്നേഹമാണ്. മുശ്രിക്കുകൾക്ക് മുശ്രിക്കുകളുടെ ഔസാനുകളോടും അസ്നാമുകളോടും ഉള്ളതിനേക്കാൾ ഹുബ്ബ് മുഅ്മിനീങ്ങൾക്ക് റബ്ബിനോടുണ്ട്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനുകൾ റബ്ബിനോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രയെന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, സന്തോഷത്തിലും സന്താപത്തിലും അവർ റബ്ബിനെ സ്നേഹിക്കുന്നു എന്നാണ്. ഏതൊക്കെ സാഹചര്യത്തിൽ? സന്തോഷത്തിലും ദുഃഖത്തിന്റെ വേളയിലും അവർ റബ്ബിനെ സ്നേഹിക്കുന്നു എന്നാണ്. നോക്കൂ, ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും അല്ലാഹ്, ഏത് സമയത്തും ഓർക്കാൻ പറ്റുന്ന ഒരു നാമം മാത്രം അല്ലാഹ്. ഈ അല്ലാഹ്വിനോടുള്ള താല്പര്യമാണ് പ്രിയമുള്ളവരെ സ്വഹാബത്തിന് ഹിജ്റയിലേക്ക് വഴിവെച്ചത്. ഈ അല്ലാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് പ്രിയമുള്ളവരെ ബദറും ഉഹുദും ഹുനൈനും ഖന്തഖും ഖൈബറും തുടങ്ങി ഇസ്ലാമിക ചരിത്രത്തിൽ നാളിതുവരെയുള്ള പോരാട്ടങ്ങൾക്ക് മുഴുവനും നാന്ദി കുറിച്ചത് ഈ ഹുബ്ബാണ്. അതിശക്തമായ ഹുബ്ബ്. എല്ലാറ്റിനേക്കാളും പ്രധാനം എനിക്ക് എന്റെ റബ്ബാണ് എന്ന തോന്നൽ. അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അടങ്ങാത്ത ഹുബ്ബ്. എല്ലാറ്റിനേക്കാളും അള്ളാഹുവിനോടുള്ള ഇഷ്ടം. എത്രത്തോളം കാര്യങ്ങള് ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും അതുണ്ടെന്നാണ്. മരണസന്ദർഭത്തിൽ പോലും അള്ളയാണ് ഏറ്റവും അടുത്തതെന്ന് മനസ്സിലാക്കണ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിലൊന്നും മരണത്തിന്റെ സന്ദർഭം. ആരും ആർക്കും സഹായത്തിനില്ലാത്തൊരു സമയം. സൂറത്ത് വാഖിയിൽ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം وأنتم حينئذ تنظرون ونحن الله بريان ونحن أقرب إليه منكم ونحن أقرب إليه منكم ولكن لا تبصرون فلولا إذا بلغت الحلقوم അങ്ങനെ ഹൽഖിൽ തൊണ്ടയിലേക്ക് റൂഹെത്തിയാൽ, മരണം വന്നെത്തിയാൽ നിനക്കെന്തുകൊണ്ടാണ് അത് പിടിച്ചു നിർത്താനാകാത്തത്? നിന്റെ കൂടെ നീ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരാളുടെ റൂഹിനെയാണ് അള്ളാഹ് പിടിക്കണം. നിനക്ക് എന്താണ് അത് പിടിച്ചെക്കാൻ പറ്റാത്തത്? കുഞ്ഞു മക്കൾ കിടന്ന് പെടയുമ്പോ നോക്കി നിൽക്കുക എന്നല്ലാതെ സ്വന്തം ബാപ്പ, ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ കിടന്ന് പടയണത് നോക്കി നിൽക്കല്ലാതെ ആ റൂഹൊന്ന് പിടിച്ചെടുത്ത് നിനക്ക് എന്താ പറ്റാത്തത്? നിങ്ങൾ നേരത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോന്ന് പെടക്കൽ, കണ്ണിന്റെ ചലന വ്യത്യാസങ്ങൾ, ശാരീരികമായ അവസ്ഥാ വ്യത്യാസങ്ങൾ എല്ലാം ഇനി ഒന്നുമില്ലെങ്കിലോ എന്തായാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരിക്കാൻ വിധിക്കപ്പെട്ട ഒരാളടുത്ത് നിനക്ക് എന്തുകൊണ്ടാ പിടിച്ചിർത്താൻ പറ്റാത്തത്? എന്റേതാണ് എന്ന് പറഞ്ഞിട്ടാണ്. നോക്കി, ഈ എന്റേത് ഏറ്റവും സ്നേഹാണ്, കടുത്ത സ്നേഹാണ്. അങ്ങനെയാണ് സർവ്വ ഹറാമുകൾക്കും തലവെച്ചു കൊടുത്തത്. ഓക്കിഷ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും പൊരയിൽ ഈ ഹറാം ഓടുന്നത്. ഓക്കിഷ്ടായതുകൊണ്ടാണ് ഇപ്പോഴും പലിശക്ക് പല സാധനങ്ങളും വീട്ടിൽ വാങ്ങിട്ടത്. അവനിഷ്ടമാണ് എന്നതുകൊണ്ടാണ് ഇപ്പോഴും പല അഡ്ജസ്റ്റ്മെന്റുകൾക്കും വിധേയമാകുന്നത്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും എനിക്കിഷ്ടമുള്ള പലർക്കും അത് ഇഷ്ടമുണ്ട് എന്നുള്ളതുകൊണ്ട്
എന്നാല് മരിക്കണ നേരത്തെ ഇഷ്ടപ്പെട്ടവരൊക്കെ മാറ്റി നിർത്തണം അല്ല. എന്നിട്ട് അല്ല ചോദിക്കണത് വനഹ്നു അഖറബു ഇലൈഹി മിൻകും, നാമാണ്, അള്ളയാണ് ആ വ്യക്തിക്ക് നിങ്ങളെക്കാളും സമീപസ്ഥന. ദുനിയാവിലാവുമ്പോ മരിക്കണവരെയും അള്ളാനെക്കാളും പ്രധാനമായി കണ്ടതിനെ അള്ള തിരിച്ചാണ്. എടോ ഞാനാണോ ആ മരിക്കണ വ്യക്തിക്ക് ഏറ്റവും സമീപസ്ഥന. കാരണം അള്ളാഹുവിന്റെ സമഉം ബസറും പിന്നെ മലായികത്തുകളാലും ആ വ്യക്തിയോട് ഏറ്റവും സമീപസ്ഥൻ അള്ളാഹുവാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സമീപസ്ഥൻ അള്ളാഹുവാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, മരണം വരെയും അള്ള മാത്രല്ലേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകേണ്ടവൻ. അവിടെ ആലോചിച്ച് ഓരോ ബാപ്പാക്കും തങ്ങളുടെ മക്കളെക്കാൾ പ്രിയപ്പെട്ടവൻ റബ്ബ്. ഓരോ ഭാര്യക്കും ഭർത്താവിനേക്കാൾ, ഓരോ ഭർത്താവിനും ഭാര്യയെക്കാൾ, സർവസ്വത്തെക്കാളും പ്രിയപ്പെട്ടവൻ റബ്ബ്. അള്ളാന്റെ ഇഷ്ടങ്ങളും അതിവിടെ, അള്ളാന്റെ ഇഷ്ടങ്ങളും അതി എന്റെ പൊരയില് എന്ന് തീരുമാനിക്കുന്നിടത്ത് കിട്ടുന്ന ഒരു മനസ്സുഖം പ്രിയമുള്ളവരെ, അത് മരിക്കുന്നിടത്തും ആ മനസ്സുഖം ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ റബ്ബ് ഒരിക്കലും കൈവിടൂല എന്ന ബോധത്തോടെ ആയിരിക്കണം ഒരു മുസ്ലിം ജീവിക്കേണ്ട. ശരിക്കും അള്ളാഹിനോട് അങ്ങേറ്റത്തെ ഹുബ്ബുള്ള ഒരാൾക്ക് ഈ ബോധം എപ്പോഴും ഉണ്ടാവും. കാരണം എന്താ അറിയോ, ലോകത്തിന്റെ നേതാവ് മരണസമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. ലോകരുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകരുടെ നേതാവ് മരണത്തിന്റെ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല മൗതിഹി ബിഥലാഥതി അയ്യാമിൻ. റസൂലുള്ളാഹി വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു. ലാ യമൂതന്ന യഖൂലു ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ. നിങ്ങളിലൊരാളും അള്ളാഹുവിൽ നല്ല പ്രതീക്ഷ വെച്ചുകൊണ്ടല്ലാതെ മരിക്കാനിടയാകരുത്. അള്ളാഹുവിൽ. പെണ്ണുങ്ങളിൽ കുട്ടികളുടെ നല്ല പറഞ്ഞത്, ഭർത്താവിന് നല്ല പറഞ്ഞത്, നാട്ടിലേതെങ്കിലും അറിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നല്ല പറഞ്ഞത്, അള്ളാഹുവിൽ ഒക്കെ പ്രതീക്ഷ അള്ളാഹുവിലാണ്. കാരണം എന്താ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഇഷ്ടം അള്ളാഹുവാണ് ഏറ്റവും ഇഷ്ടം. എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടം? നിങ്ങൾ ജീവിതത്തിൽ പരിശോധിച്ചേക്കും. ജീവിതത്തിന്റെ തുടക്കം മുതൽ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്ന നിമിഷം വരെയും ഏറ്റവും അർഹതപ്പെട്ടവൻ അള്ളാഹു ആയതുകൊണ്ടാണ്. ഇപ്പൊ നമ്മളൊക്കെ പള്ളിയിലേക്ക് വന്നവരാ, പൊരയെന്നോ അല്ലെങ്കിൽ കടയെന്നോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുനിന്നോ പലയിടത്തുനോ അല്ലേ. ഈ പള്ളിയിലേക്ക് വരുമ്പോ നമ്മൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. വണ്ടിമ കയറുമ്പോ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് പറഞ്ഞിട്ട് പിന്നീട് വണ്ടിമ കയറിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ കാണാം, അല്ലാഹുമ്മ അൻത സ്സാഹിബു ഫിസ്സഫർ, അല്ലാഹുമ്മ അൻത സ്സാഹിബു ഫിസ്സഫർ വൽ ഖലീഫതു ഫിൽ അഹ്ൽ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരൻ നീയാണ്. കൂടെ ആളുണ്ട്. ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ബൈക്കിന്റെ പുറകില് അല്ലെങ്കിൽ കാറിന്റെ പുറകില് ഇരിക്കുന്ന പ്രിയപ്പെട്ടവൾ പ്രാർത്ഥിക്കാണ്, അല്ലാഹുമ്മ അൻത സ്സാഹിബു ഫിസ്സഫർ, യാത്രയിലെ കൂട്ടുകാരൻ നീയാണ്. വൽ ഖലീഫതു ഫിൽ അഹ്ൽ, ഞാൻ പോരുമ്പോ എന്റെ പൊരയില് എന്റെ കുടുംബത്തിലുള്ള പകരക്കാരനും നീയാണ് റബ്ബേ എന്നാണ്. പിന്നെ എങ്ങനെ പ്രിയമുള്ളവര് നമ്മൾ അല്ലാഹുവിനെ ഏറ്റവും അധികം സ്നേഹിക്കാതിരിക്കും? എന്തുകൊണ്ട് സ്നേഹിക്കാതിരിക്കണം? അള്ളാഹുവിനോട് മുഅ്മിനുകൾ അതിശക്തമായ സ്നേഹമുള്ളവരാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് തലങ്ങളുടെ ഏറ്റവും അധികം ഇഷ്ടം അള്ളാഹുവിനോട്. ഈ നോമ്പ് നമുക്ക് നൽകിയ വലിയൊരു ബോധമതാണ്. എന്റെ റബ്ബിനോടുള്ള ഹുബ്ബ്, അടങ്ങാത്ത ഹുബ്ബ്, അതുപോലെ ഭയം, അതുപോലെ പ്രതീക്ഷ. കൂടാതെ എന്തുകൊണ്ട് അള്ളാഹുവോട് ഇത്രയധികം ഹുബ്ബുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ മുമ്പ് പറഞ്ഞൊരു ഹദീസാണ് അത്. എത്ര പറഞ്ഞാലും മനസ്സിനകത്തുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട്. എത്ര ചെറുത് ചെയ്താലും, എത്ര ചെറിയതായി പോയാലും, വാക്കിലോ പ്രവൃത്തിയിലോ വന്ന ചെറിയ പിഴവ്, എന്തിന് പറഞ്ഞ സാധനത്തിലെ ലിസ്റ്റിലെ 1 or 2 സാധനത്തിൽ കുറവ് വന്നാൽ പോലും മുഖം കനക്കുന്ന ഒരു പ്രിയപ്പെട്ടവളിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും നൈമിഷികമായ ഒരു ലൗകിക സുഖത്തിന്റെ ഒരു താല്പര്യം, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അടുക്കളപ്പണിയാൽ, ജോലി തിരക്കാൽ ഒന്ന് നീങ്ങിയാൽ മുഖം കറക്കുന്ന ഭർത്താക്കന്മാർ
പ്രവാചകന്മാരുള്ള ഈ ലോകത്തുനിന്ന് വ്യത്യസ്തമായി ജീവിതത്തിൽ എന്ത് സംഭവിച്ചു പോയാലും, എത്ര പറ്റിപ്പോയാലും, കുഫ്റാകട്ടെ, ശിർക്കാകട്ടെ, മഅസിയത്തുകളാകട്ടെ, എന്ത് പ്രാർത്ഥിച്ച് എന്ത് പറ്റിപ്പോയാലും, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു ബിറഹ്മത്തില്ലാഹ്. അല്ലാഹ് ഏറ്റെടുക്കാൻ, മാപ്പാക്കാൻ, പുറത്തുകൊടുക്കാൻ. നടന്നാലോചിച്ചൊക്കെ എന്തേ പിന്നെ എന്റെ റബ്ബിനോട് എനിക്ക് സ്നേഹം വരാതിരിക്കാൻ, അല്ലെങ്കിൽ അത് സ്നേഹം കുറയാൻ? ഇല്ല, ഒരു നിലക്കും സ്നേഹം കുറയാൻ പറ്റില്ല. കാരണം എന്താ? എന്റെ റബ്ബാണ് എന്റെ തെറ്റുകൾ മാപ്പാക്കുന്നത്. എന്റെ റബ്ബ് എത്രത്തോളം അല്ലാഹു അഫ്റഹു ബിതൗബത്തി അബ്ദിഹി മിൻ അഹദികും സഖത അലാ ബഈരിഹി വഖദ അളല്ലഹു ഫി അർദിൻ ഫലാത്. മരുഭൂമിയിൽ യാത്രാമധ്യേ നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തിന്റെ ഉടമക്ക് ആ ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോൾ, ഒട്ടകത്തെ അല്ല അയാൾക്ക് തിരിച്ചു കിട്ടിയത്, അയാളുടെ ലൈഫാണ്, ജീവിതമാണ്, കുടുംബമാണ്, മക്കളെയാണ്. ഈ ദുനിയാവിലെ ജീവിതം അയാൾക്ക് തിരിച്ചിട്ടിയത്. ആ സമയത്ത് അയാൾക്കുണ്ടാകുന്നൊരു മാനസിക സന്തോഷമുണ്ട്. അത് ശരീരത്തിൽ പ്രകടാകും, കണ്ണിൽ നിറയും. അതിലേറെ റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷിക്കുന്നു എന്നാണ്. അവിടുന്ന് എന്റെ പാപങ്ങളെ മാപ്പാക്കുന്നവനവനാണ്, എന്റെ പാപങ്ങളെ മാപ്പാക്കുന്നവനവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവനോടാണ് കൂടുതൽ ഹബ്ബുള്ളത്, ഈ ലോകത്തെല്ലാറ്റിനേക്കാളും. അള്ളാഹുവിന്റെ റസൂലാണ് പിന്നീട് വരിക, രണ്ടാമതായി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പരസ്പരം സ്നേഹിച്ചതുപോലും അള്ളാഹിന്റെ ദീന് പഠിപ്പിക്കുന്ന റബ്ബിന് വേണ്ടി. പരസ്പരം സ്നേഹിച്ചതുപോലും റബ്ബിന് വേണ്ടി. എന്തുകൊണ്ട് അള്ളാഹിനോട് ഇഷ്ടം? പരസ്പരം സ്നേഹിച്ചതുപോലും റബ്ബിന് വേണ്ടി. ഇഷ്ടമുള്ളവരെ കുറിച്ച് പറയുമ്പോൾ നബി പഠിപ്പിച്ചല്ലോ, അത് പറയണമെന്ന്. ഇഷ്ടമുണ്ട് ഒരാളോട്, ഇഷ്ടം പറയണമെന്നാണ്. എന്താ പറയേണ്ടത്? എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നല്ല പറയേണ്ടത്. അവിടെ പോലും ലഫ്ളുള്ളത് എന്താ? ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്. ദുനിയാവിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, സ്വത്തിന് വേണ്ടിയല്ല, ഏതെങ്കിലും ലൗകികമായ ശാരീരിക സുഖത്തിന് വേണ്ടിയല്ല, പിന്നെ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്. എനിക്ക് എന്റെ റബ്ബിനെ ഏറ്റവും ഇഷ്ടമാണ്. ഇന്നി ഉഹിബ്ബുക, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ അയാൾ പറയും, അഹബ്ബക അല്ലാഹു അല്ലദീ അഹ്ബബ്തനി ലഹു. ഏതൊരു അള്ളാഹ്ക്ക് വേണ്ടി നീ എന്നെ സ്നേഹിച്ചോ, അതേ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. അല്ലാഹു അക്ബർ കബീറ. പ്രിയമുള്ളവരെ, ഈ റമദാനിൽ നമുക്ക് ഉണ്ടാകേണ്ട, നമ്മൾ നേടിയെടുക്കേണ്ട അടിസ്ഥാനപരമായൊരു ഗുണം അതാണ്. എന്റെ റബ്ബിനോടാണ് എനിക്ക് ഏറ്റവും അധികം സ്നേഹം ഉണ്ടാകേണ്ടത് എന്നത്. അല്ലാഹു തആല അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. സഹോദരങ്ങളെ, സൊഫൊന്നും കറക്റ്റല്ല. ഇങ്ങോട്ട് മുമ്പിലേക്ക് കയറിയിരുന്നാൽ വളരെ നന്നായി. ആ പുറത്തെ പള്ളിയിലുള്ള ആൾക്കാരും AC ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉള്ളിക്കിരിക്കുക, സൊഫ് കൃത്യാക്കിയിരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിക്കുമാറാകട്ടെ. എന്തുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ നോമ്പിലാണ്. ഈ നോമ്പിൽ എനിക്ക് ഏറ്റവും അധികം എന്റെ ഹൃദയത്തിനകത്ത് അള്ളാഹു നൽകിയ ഒരു വലിയ സമ്മാനമാണത്, എന്റെ റബ്ബിനോടുള്ള ഹബ്ബ്. എന്തുകൊണ്ട് എന്റെ റബ്ബിനെ സ്നേഹിക്കുന്നു ചോദിച്ചാൽ, നിരവധി ഉത്തരങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന്, എന്റെ എല്ലാ പ്രതിസന്ധികളിലും എനിക്കൊപ്പം ആശ്വാസമായി എന്റെ റബ്ബുണ്ട് എന്നതിനാലാണ്. അതെ, ചിലപ്പോഴൊക്കെ നമ്മൾ ഭാര്യമാര് വലിയ സന്തോഷം നൽകും. സാരല്ല, നമ്മൾ തളരണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖൈറാക്കും. തഹ്ത മശീഅത്തില്ലാഹി വഖദരി. കുറച്ചൊക്കെ അഖീദയിൽ ബോധമുള്ള പെണ്ണുങ്ങൾ പറയും, ഭർത്താക്കന്മാരും പറയും, സുഹൃത്തുക്കളും പറയും, പലരും പറയും. പക്ഷെ എല്ലാവരുടെ പറച്ചിലിനും അപ്പുറത്തേക്ക് മനസ്സിനെ പാകപ്പെടാവുന്ന രീതിയിലേക്ക് നിലനിൽക്കുന്ന ഒരു ചിന്ത എന്താ? എനിക്കെന്റെ റബ്ബുണ്ട്. അതാണ് ഗുഹയിലിരിക്കുമ്പോ കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബറിനോട് കൂട്ടുകാരനായ ലോകത്തിന്റെ നേതാവ് പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കണ്ട, അല്ലാഹ് കൂടെയുണ്ട്, അല്ലാഹ് കൂടെയുണ്ടെന്നാണ്. അവര് കാണൂലേ നബി എന്ന് ചോദിച്ചത്? കാണൂലേ, നേരെ മേലെയാണ്.
ഒന്ന് താഴത്തേക്ക് നോക്കിയാൽ രണ്ടാളെയും കാണും, പിടിക്കപ്പെടും. അപ്പോഴാണ് നബി പറഞ്ഞത്, മൂന്നാമനായി അള്ളാഹു കൂടെയുള്ള രണ്ടാളുകളെ പറ്റി നിങ്ങളുടെ വിചാരം എന്താണ് അബൂബക്കർ എന്ന്. അള്ളാഹ് അതങ്ങനെ തന്നെ ആയത്താക്കി ഇറക്കിയിട്ട് അവസാനത്തിൽ പറഞ്ഞു, ലാ തഹ്സൻ, കൂട്ടുകാരൻ പറഞ്ഞു, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അല്ലാഹ് ഉണ്ടെന്ന്. സാമ്പത്തികമാണോ പ്രശ്നം? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. കുടുംബ ജീവിതത്തിലാണോ തകരാർ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സാമൂഹ്യൻ ഇന്നല്ലാഹ മഅനാ. അവരവന്റെ മക്കളുടെ ദീനീ നിഷ്ഠയില്ലായ്മയാണോ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് കൂടെയുണ്ട്, അല്ലാഹ് കൂടെയുണ്ട്. തകരരുത് ഒരിക്കലും. മനസ്സ് തകർന്നു പോകരുത്, മനസ്സ് തകർന്നത്. അല്ലാഹ് കൂടെയുണ്ടോ, പേടിക്കേണ്ട ആവശ്യമല്ല. എത്രത്തോളം കാര്യങ്ങൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനായ ഫിർഔൻ, ഒരുപക്ഷെ ലഅനത്തുല്ലാഹി അലൈഹി എന്നൊക്കെ പറയാൻ പറ്റുക ഓനോടെ പറയാൻ പറ്റുക. ആ ഫിർഔന്റെ അടുത്തേക്ക് ദഅവത്തിന് പോകുന്ന മൂസാ നബിനോടും ഹാറൂൻ നബിനോടും അലൈഹിമുസ്സലാം അവനെ ഭയന്ന് കാവൽ തേടുമ്പോ റബ്ബ് പറഞ്ഞൊരു വാക്കുണ്ട്. ആരെ ഭയന്നിട്ടറിയോ? കാരണം ക്രൂരനാണ് ഫിർഔൻ. അവനെ കുറിച്ചൊരു പേടി തോന്നിയപ്പോ അള്ളാഹു അവരോട് അറിയിച്ച വാക്കെന്തറിയോ? നിങ്ങൾ അവനെ കുറിച്ച് പേടിക്കണ്ട. ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ. ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ. തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്, പേടിക്കണ്ടെന്നാ. ഇതേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് പറയുന്നൊരു വാക്കുണ്ട് സൂറത്ത് ശുഅറാഇന്റെ 62-ാമത്തെ ആയത്തിൽ. എന്താ പറഞ്ഞറിയോ? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. തീർച്ചയായും എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്. എനിക്ക് വഴി കാണിച്ചു. മൂസാ നബിന്റെ അനുഭവ പാഠം അപ്പോഴേക്ക് വിശാലാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അവിടുന്ന് പറഞ്ഞ വാക്കതാണ്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. തീർച്ചയായിട്ടും എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും ആശ്വാസമായി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്റെ റബ്ബിനോട് ഏറ്റവും വലിയ ഹുബ്ബുള്ളത്. ആ ഹുബ്ബാണ് ഈ റമളാൻ നമുക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ സമ്മാനം. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്, മഹാനായ യൂസുഫ് സിദ്ദീഖ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നടത്തുന്ന ഒരു ദുആ ഉണ്ട്. ആ ദുആ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ ആയത്തിൽ കാണാം. എന്തായത്തില്? ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്താ മഹാനായ യൂസുഫ് നബി പറഞ്ഞത്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ, അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ. നീയാണ് ദുനിയാവിലും ആഖിറത്തിലും നീ എന്റെ വലിയാണ്, നീയാണ് എന്റെ വലിയ. പ്രിയമുള്ളവർ, നമ്മള് മനസ്സില് കുറിച്ചു വെച്ചിട്ട് റബ്ബിനോട് തേടേണ്ട ഒരു തേട്ടാണ് റമദാനിന്റെ പകലുകൾ അവസാനിക്കുന്നതിന് മുമ്പ് രാവുകളും. അൻത വലിയ്യി ഫിദ് ദുനിയ. എന്നിട്ട് പറയാണ് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഞങ്ങളെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. അല്ലാഹു തആല നമ്മളങ്ങനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കൂട്ടത്തിലൊരു കാര്യം കൂടി, മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അവസാനിച്ച് പെരുന്നാളിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ആളുകളോട് നബി പഠിപ്പിച്ചെടുത്തൊരു കാര്യമുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, പക്ഷെ അതൊന്ന് ഓർമ്മപ്പെടുത്താണ്. അതിന് പറയാ ഫിത്റു സക്കാത്ത് എന്നാണ്. ഈ ഫിത്റു സക്കാത്തിന്റെ ഹുക്കുമിനെ കുറിച്ച് പറയുന്നിടത്ത് ഹദീസിൽ കാണാം, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി തുഹറത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫത്ത് വതുഅമത്തൻ ലിൽ മസാകിൻ. രണ്ട് കാര്യമാണ് ഈ ഫിത്ർ സക്കാത്ത് കൊണ്ടുള്ളത്. അതില് അനാവശ്യമായ വാക്കും പ്രവൃത്തിയും മൂലം നോമ്പുകാരന് വന്നുപോയ പിഴവുകളിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കാനും, രണ്ട് വതുഅമത്തൻ ലിൽ മസാകിൻ, പാവങ്ങൾക്ക് ഭക്ഷണത്തിനുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇതിന്റെ നിർബന്ധ ബുദ്ധി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാതെ ഈദ് നിസ്കാരത്തിന് മുമ്പ് തന്നെ നൽകണം. ഒരു പക്ഷേ പല കിതാബുകളൊക്കെ കാണുന്നതുപോലെ പരിശോധിച്ചാൽ ഇനി നോമ്പിലേക്ക് അധികം, പെരുന്നാളിലേക്ക് അധികം ദൂരല്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കൊടുത്തു തുടങ്ങാം, ഒന്നും വിഷയമല്ല.
ഫിഖഹിന്റെ കിതാബുകളൊക്കെ നോമ്പ് തുടങ്ങിയാൽ തന്നെ കൊടുക്കാമെന്നൊക്കെ പറയുന്ന മദ്ഹബുകൾ തന്നെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ വല്ലാതെ നീട്ടി അത് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അവസാനം ഈദ്ഗാഹിൽ കൂടുന്ന നേരത്ത് കൊണ്ടേ കൊടുക്കുന്ന ഒരു ഗതികേടിലേക്ക് നമ്മൾ വരാതിരിക്കാൻ നേരത്തെ വാങ്ങി അതിന് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. 1-2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് നൽകി തുടങ്ങാമെന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, ഫിത്ർ സക്കാത്ത് ഫറളാണ്. എല്ലാ മുസ്ലിമിന്റെ മേലും ആണും പെണ്ണും ചെറിയവരും വലിയവരുമായ മഹാൻ ഇബ്നു ബാസ് റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ 14-ാം വാള്യത്തിന്റെ 197 അത് വിശദീകരിക്കണം. അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്താവയിലും 18-258 അത് പറയുന്നത്. ഷെയ്ഖ് ഉസൈമി പറയുന്നത് നോമ്പുള്ളവനും ഇല്ലാത്തവരും മുസ്ലിം യാത്രക്കാരായ നോമ്പല്ലാത്തവർക്കും നോമ്പുള്ളവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണെന്നാണ്. അപ്പൊ ശരിക്കും അത് കുറച്ച് ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് അർത്ഥം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വാക്കുകൂടി പറയട്ടെ. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ. സക്കാത്തുൽ ഫിത്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കി. സാഅൻ മിൻ ശഈരിൻ ഔ സാഅൻ മിൻ തംറിൻ അല അസ്സഈരി വൽ കബീർ വൽ ഹുർരിൽ മംലൂക്ക്. എത്രത്തോളം അത് ബാർലി, ഒരു സാ ബാർലിയോ അല്ലെങ്കിൽ ഒരു സാ ഈന്തപ്പഴമോ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്താണോ നാട്ടിലെ മുഖ്യ ആഹാരം അതാണ് ശരിക്ക് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. ചെറിയവർക്കും വലിയവർക്കും സ്വതന്ത്രനും അടിമക്കുമെല്ലാം അത് നിർബന്ധമാണെന്നാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് ആ പെരുന്നാൾ ആഘോഷിക്കുന്നിടത്താണ് നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. വല്ലാഹു തആല അഅലം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നോമ്പ് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല നൽകാൻ റബ്ബ് ഓഫർ നൽകിയ ഈ റമദാൻ മാസ പാപമോചനം, നരകമോചനം, സ്വർഗപ്രവേശനം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഹുബ്ബും ഭയവും പ്രതീക്ഷയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നാളെ റബ്ബിന്റെ സ്വർഗത്തിൽ അവനെ കാണാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിമിഷം വരേക്കും നാം അനുഷ്ഠിച്ച എല്ലാ അമലു സാലിഹാത്തുകളും അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ നിമിഷം വരെ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല അഫ്വ ചെയ്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിശേഷ്യ ഫലസ്തീനിലടക്കം ആളുകൾ പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സമാധാനം, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സമാധാനവും സ്വസ്ഥതയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അവർക്ക് കാവൽ നൽകുമാറാവട്ടെ. അഹ്ലുസുന്നത്തിന്റെ ഇമാമത്ത് നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം പരീക്ഷകൾ അല്ലാഹു തആല അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد.